നാവായിക്കുളത്തിന്റെ ഇതിഹാസം. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന നാവായിക്കുളത്തിന്റെ മണ്ണിന് നിരവധി കഥകൾ നമ്മളോട് പറയുവാനുണ്ട്. അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ വറ്റാത്ത കലവറയാണ് നാവായിക്കുളം ദേശം. അതിന്റെ അകം പൊരുളുകളിലൂടെയുള്ള ഒരന്വേഷണമാണ് പ്രശസ്ത കവിയും എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ ഓരനെല്ലൂർ ബാബു നാവായിക്കുളത്തിന്റെ ഇതിഹാസ ചരിത്ര രചനയിലൂടെ നാടിന് സമർപ്പിക്കുന്നത്. വൈവിധ്യമാർന്ന ആർഷഭാരതത്തിന്റെ തായ്വഴികളിലൊന്നായ ദ്രാവിഡ സംസ്കാരത്തിൽ ഒളിചിതറി നിൽക്കുന്ന പ്രഫുല്ലമായ ഒരു ചരിത്ര അധ്യായം നാവായിക്കുളം എന്ന ഭൂമികയ്ക്കുണ്ട്. അത് പ്രസിദ്ധവും അതിപുരാതനവുമായ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്ര ചരിത്രവുമായി ഇഴപിരിഞ്ഞിരിക്കുകയാണ്. ദേശസ്നേഹവും ഗവേഷണ തൽപരതയും ത്യാഗമനോഭാവമുള്ളവർക്ക് മാത്രമേ സ്വന്തം ദേശത്തിന്റെ സാംസ്കാരിക ധാരകൾ കണ്ടെത്താനും ആവിഷ്കരിക്കുവാനും സാധിക്കുകയുള്ളൂ. ഈ സത്കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് കവിയും എഴുത്തുകാരനുമായ ശ്രീ ഓരനെല്ലൂർ ബാബു തന്റെ നാവായിക്കുളത്തിന്റെ ഇതിഹാസ രചനയിലൂടെ. നാവായിക്കുളത്തിന്റെ സമസ്ത മേഖലകളെയും ഉൾപ്പെടുത്തി വരും തലമുറയ്ക്ക് കൂടി ഏറെ പ്രയോജനമാം വിധം തയ്യാറാക്കിയിട്ടുള്ള ഈ ചരിത്ര രേഖാഗ്രന്ഥം 2024 ഡിസംബർ 29 ഞായറാഴ്ച നാവായിക്കുളം ഗവൺമെന്റ് HSSൽ വെച്ച് പ്രമുഖ ചരിത്രകാരനും സാഹിത്യകാരനുമായ ഡോക്ടർ MG ശശിഭൂഷൺ, പത്തനാപുരം ഗാന്ധി ഭവൻ ചെയർമാൻ ഡോക്ടർ പുനലൂർ സോമരാജന് നൽകി പ്രകാശനം ചെയ്യുന്നു. ചടങ്ങിൽ നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി രവീന്ദ്രൻ, മുൻ പാർലമെന്റ് അംഗം N പീതാംബരക്കുറുപ്പ്, നോവലിസ്റ്റ് രാജു D മംഗലത്ത്, പേരിനാട് സദാനന്ദൻ പിള്ള തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നു. ശ്രീ ഓരനെല്ലൂർ ബാബു തന്റെ മാതൃദേശത്തിന് സമർപ്പിക്കുന്ന ആദ്യത്തെ പ്രാദേശിക ചരിത്ര ഗ്രന്ഥത്തെ നമുക്കിനി നമ്മുടെ ഹൃദയത്തോട് ചേർക്കാം.